ഹലോ. ഞാൻ ഇന്ന് എടുക്കാൻ വിചാരിച്ച വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് എങ്ങനെ അൺലവ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ലൈഫിൽ നിന്ന് കളയാം എന്നൊരു വീഡിയോ ആണ് ഞാൻ എടുക്കാൻ വിചാരിച്ച് ഇവിടെ വന്നിരുന്നത്. ആൻഡ് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഐ ബ്രോക്ക് ഡൗൺ. എനിക്ക് വിഷമം വന്നു. എന്തിനാ എനിക്ക് വിഷമം വന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ബട്ട് മെയിനായിട്ട് ഞാൻ ഈ ആംഗിളിൽ വെച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാറില്ല. അത് എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നവർക്കറിയാം. ഞാൻ അപ്പുറത്തെ സൈഡ് അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കാറ്. ഈ ആംഗിൾ ഞാൻ ഒരിക്കലും എടുക്കത്തില്ല. എടുക്കാത്തതിന് വേറെ റീസൺ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഇപ്പുറത്ത് ആളുള്ളപ്പോഴാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ലൈക്ക് സ്ട്രെയിറ്റ് ഇരുന്ന് ഇപ്പുറത്തൊരാളുണ്ടാവും. ഞാനിങ്ങനെ ക്യാമറ ഇങ്ങനെ കൊണ്ട് വെച്ചു. ഞാനിവിടെ വന്നിരുന്നു. ആൻഡ് ഐ ലുക്ക്ഡ് സ്ട്രെയിറ്റ് ഇൻ ടു ദ ക്യാമറ. ഞാനിങ്ങനെ ഇപ്പം നോക്കുന്ന പോലെ ഞാനിങ്ങനെ നോക്കി. ഇവിടെ ഒരു ശൂന്യത, എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല. ഐ ലുക്ക്ഡ് ഹിയർ. എന്നിട്ട് ഞാൻ ക്യാമറ നോക്കി. അലോൺ. അപ്പം എ വേവ് ഓഫ് മെമ്മറീസ് ഹിറ്റ് മീ. കുറേ സാധനങ്ങൾ എൻ്റെ തലയിലോട്ട് വന്നു. ഓ മൈ ഗോഡ്, എന്തൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളോട് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഐ ജസ്റ്റ് സാറ്റ് ഹിയർ. ഐ ബ്രോക്ക് ഡൗൺ. ഞാൻ കരഞ്ഞു. ഐ തോട്ട് ഐ വിൽ ഷോ യു ദ പെയിൻ ആൻഡ് ഡിപ്രഷൻ ഐ ഡോണ്ട് ടോക്ക് അബൌട്ട്. ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചധികം ഹേറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും വിഷയമല്ല. എവ്രിബഡി ഹൂ തിങ്സ് ഓക്കെ ഇങ്ങനെ ഇരുന്നാലേ സ്ട്രോങ് ആകാൻ പറ്റുള്ളൂ, ഇങ്ങനെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. അങ്ങനെ നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. ബട്ട് ദർ ഇസ് എ വീക്കർ സൈഡ് ഓൾസോ. ആൻഡ് ഞാൻ ആ സൈഡ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഇന്ന് ഐ തോട്ട് ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്ക് നേരെ തിരിച്ചിട്ട് ഐ തോട്ട് ഐ വിൽ ഷോ യു ഓർ ഐ വിൽ ടെൽ യു ഹൗ മച്ച് പെയിൻ ആൻഡ് വേദന ഞാൻ ഉള്ളിൽ വെക്കുന്നുവെന്ന്. ഈ വീഡിയോയിൽ ഞാൻ കുറേയൊക്കെ താഴോട്ട് നോക്കിയിട്ടായിരിക്കും ഇരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് സംസാരിക്കുമ്പം എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ താഴോട്ട് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ നേരെ നോക്കി സംസാരിക്കത്തില്ല. അതെനിക്ക് ശീലമായിട്ടുള്ളൊരു കാര്യമാണ്. ആസ് ഐ സെഡ്, ഈ വീഡിയോയ്ക്ക് എനിക്ക് ഹേറ്റ് കിട്ടാം. ബട്ട് സ്റ്റിൽ ഐ വോണ്ടഡ് ടു ഓപ്പൺ അപ്പ് ടു യു ഗൈസ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഇങ്ങനെ ഒരു സൈഡ് നിങ്ങൾ കാണും എന്നെനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഐ നെവർ ഷോ ഇറ്റ്. ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മെസ്സേജസ്, DM, യൂട്യൂബിൽ, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് കമൻസ്. കുറേ പേര് പറഞ്ഞു, എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, ഇത്രയും സംഭവങ്ങൾ വന്നിട്ട് ഹൗ ആർ യു ഹൈഡിങ് ദ പെയിൻ, പെയിൻ ഇല്ലേ, ഇത്ര പെട്ടെന്ന് സ്ട്രോങ് ആയി, ഇത്ര പെട്ടെന്ന് ഹാപ്പി ആയോ എന്ന് ചോദിക്കുന്നവരോട് നെവർ. ദർ ഇസ് നെവർ ഫുള്ളി ഹാപ്പി വേവ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടംപോലെ വിഷമങ്ങൾ വരും, ഇഷ്ടംപോലെ പ്രശ്നങ്ങളും വരും. ബട്ട് ഇപ്പം അങ്ങനെ വന്നൊരു സമയമാണ്. അതുകൊണ്ട് ഞാൻ ആ സമയം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയാമെന്ന് വിചാരിച്ചു. ബേസിക്കലി ഞാനിവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആളില്ല. എനിക്കത് ഓർമ്മ വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എൻ്റെ മൈൻഡിലോട്ട് വന്നു. ആൻഡ് ഐ ക്രൈഡ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ കരഞ്ഞ പോലെ തോന്നത്തില്ല, പക്ഷെ ഞാൻ കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ദർ ഇസ് ഓൾസോ എ വീക്കർ സൈഡ് ഓഫ് ബിക്കമിങ് എ സ്ട്രോങ് പേഴ്സൺ. ആൻഡ് ഞാൻ മെയിനായിട്ട് ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ വർഷം എനിക്ക് അത്രയും പ്രതീക്ഷ ഉള്ള ഒരു വർഷമായിരുന്നു. അതായത് ഐ ബിലീവ്ഡ്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടുപിടിച്ചു. ഐ മാരീഡ് ദ ലവ് ഓഫ് മൈ ലൈഫ്. ആൻഡ് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പറയത്തില്ലേ, ടിൽ ഡെത്ത് ഡു അസ് അപ്പാർട്ട്, ആ ഒരു സാധനം എൻ്റെ തലയിലോട്ട് വന്നു. ആൻഡ് ഐ തോട്ട് ടിൽ ഡെത്ത് ഡു അസ് അപ്പാർട്ട്, മരണം വരെ ഒരുമിച്ചെന്ന് പറഞ്ഞ ആൾ ഈ വർഷം വന്നിട്ട് അതേപോലെ ഇറങ്ങിപ്പോയി. ഇനി ഈ വർഷം തീരാൻ ഒരു മാസം തികച്ചേ ഉള്ളൂ. ഒരു മാസം 5 വീക്സ് അത്രേ ഉള്ളൂ. ഈ വർഷം തന്നെ വന്നു, ഈ വർഷം തന്നെ പോയി. ആൻഡ് ആ പോയതിൽ ഇറ്റ് ബ്രോക്ക് മൈ സോൾ. എൻ്റെ ഹൃദയം പറിച്ചുകൊണ്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും പെയിൻ തന്നിട്ടാണ് പോയത്. അതിലെനിക്ക് ഒരുപാട് വിഷമം വന്നു. ആ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വന്നു. ലൈക്ക് ഹാപ്പിലി എവർ ആഫ്റ്റർ ആവേണ്ട ഒരു കാര്യം നമ്മുടെ മിസ്റ്റേക്ക് അല്ലാണ്ട് അത് പോകുമ്പം ഇറ്റ് ഫീൽസ് സോ മച്ച് പെയിൻഫുൾ. മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, ബട്ട് അങ്ങനെ ആയില്ല അൺഫോർച്ചുനേറ്റ്ലി. അതെനിക്ക് ഒരുപാട് വിഷമമായി. അത് അവൻ്റെ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ അവൻ നല്ലതായതുകൊണ്ടോ അല്ല. ഇറ്റ്സ് അബൌട്ട് ദ ലവ് ഐ ഹാഡ് ഫോർ ഹിം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടെ. അപ്പം അതങ്ങനെ പോയപ്പോഴത്തേക്കും ഒരുപാട് വിഷമം എനിക്ക് വന്നു.
വന്നെന്ന് വെച്ചാൽ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് വരാറുണ്ട്. ലൈക്ക് ഞാൻ എങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നതെന്നുള്ളൊരു സാധനം എൻ്റെ തലയിൽ എപ്പോഴും വരും. ഇത്രയും സ്നേഹം കൊടുത്തിട്ടും എനിക്കിത് കിട്ടിയില്ലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ പിന്നെ ദർ ആർ എ മിക്സ്ഡ് കമൻറ്റ്. അതായത് എന്തിന് അവനെ എക്സ്പോസ് ചെയ്തു, ഓക്കെ മതി എക്സ്പോസ് ചെയ്തത്, എന്തിനാണ് ഇതിവിടെ വന്ന് പറയുന്നത്, കേസായിട്ട് ഇതാക്കിയാൽ പോരെ എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ ഇതുവരെ പറയാത്ത വേറൊരു സൈഡും കൂടെ ഉണ്ട്. സോ ഞാൻ മെയിനായിട്ട് അവനെ എക്സ്പോസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ എൻ്റെ വേദന. അയ്യോ, അതായത് ഞാൻ അനുഭവിച്ച പെയിൻ ഒരാൾക്കും വരരുതെന്ന് എനിക്ക് അത്രയും ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് ദെയർ ഒരു 60%. ഓക്കെ, ഇത് ഞാൻ റോ ആയിട്ട് പറയുകയാണ്, ലൈക്ക് വെരി അൺഫിൽറ്റേർഡ്, ഇറ്റ്സ് കമ്മിങ് സ്ട്രെയിറ്റ് ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. സോ ആർക്കും ആ ഒരു സിറ്റുവേഷൻ വരരുതെന്നുണ്ട്. അതായത് എൻ്റെ അവസ്ഥ, കാരണം എനിക്ക് നന്നായിട്ടറിയാം ഇത് വന്നാൽ നമുക്ക് ചിലർക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം തന്നെ ഞാൻ എങ്ങനെ താങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല, ഞാനിതെങ്ങനെ എടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഞാൻ തന്നെ ആലോചിക്കും, ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും വന്നിട്ടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അപ്പം ആ ഒരു അവസ്ഥ ആർക്കും വരരുത്. ഇറ്റ്സ് ദെയർ ഒരു 60%. ബാക്കി 40% എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ അവനെ എക്സ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവൻ്റെ അടുത്തോട്ട് തിരിച്ചു പോയേനെ. ഒരു ടൈം കഴിഞ്ഞ് അവൻ കുറേ ഗേൾസിൻ്റെ ഒക്കെ കൂടെ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചെൻ്റെ അടുത്തോട്ട് വന്ന് സോറി പറഞ്ഞാൽ ഞാൻ പോയേനെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് ഒറ്റയടി എൻ്റെ മുഖത്ത് തരാൻ തോന്നും. പക്ഷേ എൻ്റെ സ്നേഹം അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആസ് എ പേഴ്സൺ അങ്ങനെയായിരുന്നു. എനിക്ക് എത്ര തെറ്റെന്നോട് ചെയ്താലും, എത്ര എന്നെ ഇട്ട് എന്തൊക്കെ പറഞ്ഞാലും, എൻ്റെ അടുത്ത് വന്നൊന്ന് ഒരാൾ കരയോ അല്ലെങ്കിൽ സോറി പറയുകയോ ചെയ്താൽ ഞാൻ ക്ഷമിച്ചു കൊടുക്കും. ആ ഒരു ലെവൽ ഓഫ് ഇതെനിക്കുണ്ട്. അപ്പം ഞാൻ ആ ലൂപ്പിലിങ്ങനെ കുറേ നാൾ പെട്ടോണ്ടിരുന്നേനെ. മനസ്സിലായോ? അതും നിക്കാഹ് കഴിഞ്ഞുകൊണ്ട്. നിക്കാഹ് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അത്രയും സഹിച്ചത്. എന്നോട് കുറേ പേര് ചോദിച്ചു, ഇത് മുന്നേ അറിഞ്ഞിട്ട് എന്തിനാ? മുന്നേ എനിക്ക് റിലേഷൻ ആയിരുന്നപ്പം ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഐ ജസ്റ്റ് ന്യൂ 20%. ഇപ്പോൾ അറിയുന്നതിൻ്റെ ഒരു 20% എന്ന് പോലും പറയാൻ പറ്റത്തില്ല. റിലേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ പണ്ടേക്ക് കൊണ്ട് ഇട്ടേച്ച് പോയേനെ. ബട്ട് നിക്കാഹ് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും സഹിച്ചത്. കാരണം നിക്കാഹ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധനമാണ്. ഫോർ എവർ പേഴ്സൺ. ഓക്കെ, റിലേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു മൂഡ് ഞാൻ കൊടുക്കൂല. ഫോർ എവർ എന്നുള്ളൊരു സാധനം ഞാൻ കൊടുക്കത്തില്ല. ബട്ട് ദിസ് വാസ് ലൈക്ക് ഫോർ എവർ പേഴ്സൺ. അപ്പം ഐ യൂസ് ടു ഗീവ് എ ലോട്ട് ഓഫ് ചാൻസ്. ഇത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് മാസങ്ങളോളം ഞാൻ അതിൽ പെട്ടോണ്ടിരിക്കുക. ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാരണം എക്സ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെ വന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയേനെ. സോ ഞാനൊരു നടുക്കൊരു വോൾ വെച്ചു ബിറ്റ്വീൻ മീ ആൻഡ് ഹിം. അതായത് അവനൊരിക്കലും തിരിച്ചെൻ്റെ അടുത്തോട്ട് വരാൻ പറ്റരുത്. ആ വോളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ എക്സ്പോസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ. ആൻഡ് എനിക്ക് എപ്പോഴെങ്കിലും വിഷമം, അത്ര എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് തിരിച്ചു പോകണമെന്ന് തോന്നുവാണെങ്കിൽ ഐ വോണ്ട് ടു ഗോ ബാക്ക് ആൻഡ് സീ മൈ വീഡിയോസ്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഐ ഷുഡ് റിയലൈസ് ഞാൻ ഇത്രയും അനുഭവിച്ചല്ലോ, ഇത്രയും അവൻ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടണം. അപ്പോൾ എനിക്ക് ഒരിക്കലും ആ ഒരു ഭാഗത്തോട്ട് ചിന്തിക്കാൻ പോലും തോന്നത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ മുന്നത്തെ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടല്ല, നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പം അല്ലെങ്കിൽ അവരെ മിസ് ചെയ്യുമ്പം അവർ ചെയ്ത ഏറ്റവും മോശം കാര്യം മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി. എൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നുന്ന കാര്യം ഞാൻ വീഡിയോയിൽ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഇരുന്ന് കാണും. ഓക്കെ, വൺ ഡേ ഐ ബ്രോക്ക് ഡൗൺ ആൻഡ് ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇരുന്ന് കണ്ടു നോക്കി. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓ അൺബെയറബിൾ, സഹിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങളാണ് എന്നോട് ചെയ്തത്. അപ്പം ഞാൻ ഈ ലൂപ്പിൽ പെടാണ്ടിരിക്കാനാണ് ഒരു 40% ഞാനിത് എക്സ്പോസ് ചെയ്ത്. ബാക്കി 60% എൻ്റെ പൊസിഷൻ വേറെ ആർക്കും വരരുത്. സ്ട്രോങ്, അതായത് എന്നോട് കുറേ പേര്, ഞാൻ പറഞ്ഞല്ലോ, കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന, വേദനയൊന്നുമില്ല, വിഷമമൊന്നുമില്ല, അതില്ലേ ഇതില്ലേ, കരയുന്ന കാണുന്നില്ല, ഇപ്പോൾ ഫുള്ള് ചിരിച്ചിട്ടാണല്ലോ, യു ആർ വെരി ബോൾഡ്. ആൻഡ് അങ്ങനത്തെ കമൻസ് ഒക്കെ വന്ന ഒരുപാട് ആൾക്കാരുടെ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ, വെരി താങ്ക്ഫുൾ. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എന്നോടൊരാൾ ഓക്കെ ആണോ എന്നിപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഓക്കെ അല്ല എന്ന് പറയത്തില്ല. ഞാനത് ശീലിച്ചൊരു കാര്യമാണ്. എനിക്ക് എൻ്റെ വീക്ക് സൈഡ് ഇനി ഞാൻ കാണിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആൻഡ് ഞാൻ കരയുന്ന എല്ലാ വീഡിയോയും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കളഞ്ഞു. കരഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ റീൽസും എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്ത് മാറ്റി. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഷോ മൈ വീക്ക് സൈഡ്. അപ്പം ഞാൻ എൻ്റെ ഇമോഷൻസ് ഒരു
ഷട്ട് ഡൗൺ ചെയ്തു, ഷട്ടർ ഇട്ടു. ഇനി എൻ്റെ ഇമോഷൻസ് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ലാത്ത വിധം ഞാൻ ഉള്ളിൽ ആക്കാൻ തുടങ്ങി. ആൻഡ് വേറൊരു സംഭവം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഐ വെൻറ്റ് ടു എ വെഡ്ഡിങ്. എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി കണ്ടവർക്കറിയാം. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം കേട്ടോ. അതായത് കല്യാണത്തിന് ഞാൻ പോയി. കല്യാണത്തിന് പോയപ്പോഴത്തേക്കും ഐ ഡോണ്ട് അറ്റൻഡ് വെഡ്ഡിങ്സ്. ഇപ്പം ഞാൻ ഒരു കല്യാണം പോലും അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇതെന്തിനാ പോയെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ കല്യാണത്തിന് പോയി. ആൻഡ് നമ്മളവിടെ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും ബ്രൈഡ് ആൻഡ് ഗ്രൂം ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറി പോന്നു. അപ്പോൾ എനിക്ക് ഇറ്റ്സ് പെയിനിങ്, വേദന വരുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഒരു റിലാക്സ് സ്റ്റേജിൽ പോവാണ്. അപ്പം സ്റ്റേജിൽ വെച്ചിട്ട് ഇറ്റ് വാസ് എ ക്രിസ്ത്യൻ വെഡ്ഡിങ്. അപ്പം സ്റ്റേജിൽ വെച്ചിട്ട് ഇവർ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കത് കറക്റ്റ് അറിയത്തില്ല. ഒരു സംഭവമുണ്ട്, ഇൻ ഹാപ്പിനെസ് ആൻഡ് സോറോ, അങ്ങനെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു സാധനം. അതങ്ങ് കേട്ടതും എൻ്റെ തലയിൽ എൻ്റെ നിക്കാഹിൻ്റെ സംഭവങ്ങൾ മൊത്തം എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ 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 ഓടി. എൻ്റെ വാപ്പ ഒരു സൈഡിൽ, എൻ്റെ ഇത്ത ഒരു സൈഡിൽ മൈലാഞ്ചി ഇടുന്നത്, വീട് ലൈറ്റ് ഇട്ടത്, അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ മൈൻഡിൽ വന്നു. അങ്ങനെ ഐ ബ്രോക്ക് ഡൗൺ. പക്ഷെ ഞാൻ കരഞ്ഞില്ലാണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അവിടെ കഴിച്ചുകൊണ്ട് ഫുഡ് അവിടെ മുന്നിലിരിക്കുക. ആ ഫുഡ് ഞാൻ പകുതിക്ക് വെച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയി. എൻ്റെ ഇത്ത ഉണ്ടായിരുന്നു കൂടെ. അവൾക്ക് നന്നായിട്ട് അറിയാം, അവൾക്ക് എല്ലാം മനസ്സിലാവും. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ കാറിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നേരെ കാറിൽ പോയിരുന്നു. ആൻഡ് കാറിൽ പോയി കുറച്ച് നേരം ഞാൻ ഇത് തന്നെ ആലോചിച്ചു. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ റിയാലിറ്റിയിലോട്ടൊക്കെ വന്നു. സോ അങ്ങനെയാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ദർ ആർ ടൈംസ് ആൾക്കാരുടെ മുന്നിൽ, അതായത് ചുറ്റും ഒരുപാട് ആൾക്കാരുള്ളപ്പോഴത്തേക്കും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട അവസ്ഥ വരും. ഒന്നും ചെയ്യാനില്ല, അങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. പുറത്ത് കാണിക്കരുത്, അതാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് നമ്മുടെ വിഷമം കാണിക്കരുത്. എസ്പെഷ്യലി വെൻ യു ആർ എ സോഷ്യൽ ഫിഗർ. അതായത് പബ്ലിക്കിൽ ആൾക്കാർക്ക് അറിയാവുമ്പോഴത്തേക്കും നമ്മളെ ആരെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ വീക്ക് സൈഡ് കാണിക്കരുത്. പിന്നെ വേറൊരു കാര്യം എനിക്കന്ന് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ കപ്പിൾസിനെ കാണുമ്പം, ഇപ്പം ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും കാണുമ്പം എനിക്ക് ഭയങ്കര ഇത് തോന്നും. അസൂയ എന്നല്ല കേട്ടോ അതിന് പറയുന്നത്, അയ്യോ അങ്ങനെ വിചാരിക്കരുത്. അസൂയ കുശുമ്പ അതൊന്നുമല്ല. എന്താ പറയുക, ഐ ഫീൽ റിയലി, ഐ ഡോണ്ട് നോ അതിനെന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനും അതുപോലെ നടക്കണ്ടായിരുന്നല്ലോ, എൻ്റെ ലൈഫും അതുപോലെ ആവണ്ടായിരുന്നല്ലോ, ദ ലൈഫ് ഐ പ്ലാൻഡ്, അങ്ങനെ സോറി, ലൈഫ് ഐ പ്ലാൻഡ് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പം ഒന്ന് സ്റ്റക്കാവും. സോ ഞാൻ കപ്പിൾസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് ഉള്ള ആൾക്കാരുടെ മുന്നിലോട്ട് അധികം പോവാറില്ല. അത് വേറൊരിത്. പിന്നെ യെസ്, എനിക്ക് പറയാനുള്ളത്, ഐ ആം എ സ്ട്രോങ് പേഴ്സൺ. ഞാനിപ്പോൾ ഒരുപാട് സ്ട്രോങ് ആണ് മുന്നത്തേക്കാൾ. പക്ഷേ ബേസിക്കലി ഒരാൾ ചെയ്യുന്ന കാര്യം, അതായത് സാധാരണ ഒരാൾ രാവിലെ എണീറ്റ് ബെഡിൽ നിന്ന് എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് താഴെ പല്ല് തേക്കാൻ പോകുന്നു, അത് നോർമലി ചെയ്യുന്ന ഒരാളെക്കാളും 2x എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് രാവിലെ ആ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് കുറച്ച് കാര്യങ്ങൾ വരും. അത് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ആ ബെഡ്ഷീറ്റ് മടക്കി വെച്ചിട്ടാണ് എങ്ങനെയോ എണീറ്റ് പോകുന്നത്. അതായത് ഞാൻ എഫേർട്ട് ഇടും. മുന്നേ എനിക്ക് വീക്കായിട്ട് ഇരുന്നുകൊണ്ടിരുന്ന ടൈമിൽ എനിക്കതുപോലും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്കിത് ഓക്കെ ആവണം, ഞാൻ ഓക്കെ ആവണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് എൻ്റെ ഉള്ളിലെ എനർജി മൊത്തം ഞാൻ പിഴുത് എടുത്തിട്ടാണ് ഞാൻ എണീക്കുന്നത്. സോ ഒരു സ്ട്രോങ് പേഴ്സൺ കുറച്ചധികം എഫേർട്ട് ഇടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ പേഴ്സൺ. പിന്നെ വേദന എന്നുള്ള കാര്യം, ഓക്കെ, ഈ പെയിൻ എന്നുള്ള കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെയിൻ എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നത്, എൻ്റെ ചുറ്റും ഈ ഒരു സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ എന്നെ അത് അതായത് നമുക്കിങ്ങനെ പൊതിയുന്ന ടൈപ്പ് ഒരു വേദന ഉണ്ട്, മനസ്സിലായോ? ലൈക്ക് നമുക്കത് മണക്കാം. എങ്ങനെ അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ബട്ട് ദാറ്റ് പെയിൻ ഈസ് ഓൾവേസ് ഹിയർ. അപ്പം ഞാനത് യൂസ്ഡായി. എനിക്കറിയാം എൻ്റെ ലൈഫിൽ വേദനകൾ, എൻ്റെ ചുറ്റും വേദന ഉണ്ട്, എൻ്റെ ഉള്ളിൽ വേദന ഉണ്ടെന്ന് എനിക്കറിയാം. ആ വേദന ശീലിച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. വേദന പോയി എന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയത്തില്ല. എൻ്റെ ഉള്ളിലുള്ള വേദന
ശീലിച്ച് ഓക്കെ ഇങ്ങനെയാണ്, ഇതിൽ എനിക്കൊന്നും ഇനി ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ കൂടുതൽ എന്നുള്ളൊരു ഫാക്റ്റ് ഞാൻ റിയലൈസ് ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഈ വേദനകൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ പല രീതിയിൽ വരും. ലൈക്ക് എനിക്കൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ എനിക്കത് വരും. ഓർമ്മകൾ വരും. പിന്നെ സ്ഥലങ്ങൾ, പിന്നെ ഈവൻ ഒരാൾ സംസാരിക്കുന്ന ടോക്ക് വരെ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്ത് വന്നാൽ എനിക്ക് ഭയങ്കര സീനാണ്. അപ്പം ഇപ്പം പൊതുവേ പറയുവാണെങ്കിൽ ഐ ഡോണ്ട് ടോക്ക് ടു പീപ്പിൾ ഫ്രം കോഴിക്കോട്, മലപ്പുറം സൈഡ്. എനിക്ക് ആ ടോക്ക് കുറച്ച് സീനാണിപ്പം. അപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് മുങ്ങും. അതെനിക്ക് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, സംസാരിക്കലുണ്ടാവില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ സംഭവം ഉള്ളതുകൊണ്ടാണ്. ബട്ട് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും സ്കൂട്ടായിട്ടുള്ള ആ സംഭവത്തിൽ നിന്ന്. പിന്നെ എനിക്ക് സോറി കേട്ടോ, എനിക്ക് ഇച്ചിരി ചുമയുണ്ട്. പിന്നെ എനിക്കുള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഇനി എന്താ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, പ്രസൻറ്റ് ഇങ്ങനെയായി, ഇനി മുന്നോട്ടേക്ക് എന്താന്ന് എനിക്കറിയത്തില്ല. ഈവൻ ഇനി ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. എനിക്കൊരാളെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഒട്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ, ഓ ഇവളിനി റിലേഷൻ ആവാൻ വേണ്ടി മനം ഇതാവുന്നു, പുളകിതയാവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അതൊന്നും അല്ല, റിലേഷൻ ബേസിലല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇൻ ജനറൽ ഞാൻ പറയുകയാണ്, എനിക്കൊരാളെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ വരെ ഇപ്പം ഭയങ്കര പേടിയാണ്. എനിക്കറിയത്തില്ല ഇനി ഇനി എൻ്റെ ലൈഫ് എങ്ങനെയാണ്, ഇനി മുന്നോട്ടേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിലോട്ട് ഞാൻ എന്തായാലും തിരിച്ചു പോകത്തില്ലെന്ന് അറിയാം. പക്ഷേ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. കുറേ ബിസിനസ് പ്ലാൻസ്, കരിയർ അങ്ങനെ ഇങ്ങനെ ഒക്കെ സെറ്റാണ്. ബട്ട് ഇൻ ലൈഫ് ഇൻ ജനറൽ ഐ ഡോണ്ട് നോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ പിന്നെ യാ പിന്നെ ദർ ഇസ് എ തിങ്, ഞാൻ ജിമ്മിൽ പോകുന്ന കാര്യം ഇൻസ്റ്റയിൽ വീഡിയോ കാണുന്നവർക്കറിയാം. യൂട്യൂബ് ഓഡിയൻസിന് അറിയുമെന്ന് അറിയില്ല. ഞാൻ ജിമ്മിൽ പോകുന്നത്, ഞാനൊരു ഇത് പറയാം. ലൈക്ക് എനിക്ക് ഒറ്റയ്ക്കിരുത്തം നടക്കത്തില്ല. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് തീരെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെയും ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല. ഞാൻ പെട്ടെന്ന് എനിക്ക് എപ്പോഴും ആൾ വേണം. അത് റിലേഷൻ എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് എപ്പോഴും ആൾ വേണം. എൻ്റെ കൂടെ ഇപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവില്ല എൻ്റെ ഇത്തായാണ്. അപ്പം പുള്ളിക്കാരിയാണ് എൻ്റെ കൂടെ 24/7 ഉണ്ടാവുന്നത്. അപ്പോൾ പുള്ളിക്കാരി ജിമ്മിൽ ഓൾറെഡി പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ജിമ്മിൻ്റെ പുറത്ത് പോയിരിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ അപ്പോൾ അവിടെ ഇരുന്ന് ലൈവൊക്കെ ചെയ്യുമായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ പുറത്തിരിക്കും. ആൻഡ് ഐ യൂസ് ടു തിങ്ക് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇത്രയും പറ്റുന്നില്ലല്ലോ. ലൈക്ക് ജിമ്മിൻ്റെ പുറത്ത് ഞാൻ 2.5-3 മണിക്കൂർ അവളെയും കാത്തിങ്ങനെ ഇരിക്കും. അത്രയും ഡിപ്പെൻഡിങ് ആയി പോയി ഞാൻ. എനിക്ക് ഒരാളില്ലാണ്ട് പറ്റത്തില്ല. ഉറങ്ങാൻ പോലും എനിക്ക് പറ്റത്തില്ല. അത്രയും സീനിലാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് ആ സീനുണ്ട്. ആ സീൻ എനിക്ക് മാറിയിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്കിരുത്തം നടക്കത്തില്ല. ഒറ്റയ്ക്കിരുന്നാൽ ഭയങ്കര സീൻ വരും. സോ അങ്ങനെയാണ് ഞാൻ അവിടെ അങ്ങനെ 2-3 മണിക്കൂർ ഇരുന്നാണ് ഞാനൊരു ദിവസം ഓക്കെ, എന്തെങ്കിലാവട്ടെ പോട്ടെ പുല്ല്, നമുക്ക് ജിമ്മ് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ജിമ്മ് ജോയിൻ ചെയ്തു. അത് ഞാൻ അന്നിട്ട എഫേർട്ട് നോർമൽ ആൾക്കാരെക്കാളും ഐ തിങ്ക് ഒരു 10x എഫേർട്ട് ഞാൻ ഇട്ടിട്ടാണ് ആ ജിമ്മിൻ്റെ ഡോറ് തുറന്ന് ഞാൻ ഇനി ജിമ്മിൽ പോകും എന്ന് വിചാരിച്ചത്. അപ്പോഴും കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടു, എന്തിനാ ഇവള് ജിമ്മിൽ പോയിട്ട് എന്താ കാര്യം. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജിം ഗീവ്സ് മീ സോ മച്ച് ഹാപ്പിനെസ്. അവിടെ എന്തോ എനിക്ക് അവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. സോ ഐ വാസ് വെരി ഡിപ്പെൻഡൻറ്റ്. ഐ ആം സ്റ്റിൽ വെരി ഡിപ്പെൻഡൻറ്റ്. എനിക്ക് ഒറ്റയ്ക്കെന്നുള്ളൊരു സംഭവം നടക്കത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്ലാക്ക് ഔട്ട്. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് പോകും. അതായത് എന്തൊക്കെ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു മേപ്പോട്ട് നോക്കിയിരിക്കും കുറേ നേരം, അല്ലെങ്കിൽ താഴോട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ആ സൈഡിലോട്ട് നോക്കും, ഈ സൈഡിലോട്ട് നോക്കും, കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അപ്പം എൻ്റെ ഇത്ത വന്നിട്ട് ഇങ്ങനെ ഞൊട്ടും. അപ്പോൾ ഐ എം ലൈക്ക് ആ ആ ആ ആ അപ്പോൾ ഇതിലേറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ അറിയോ, ഞാൻ എന്താ ചിന്തിച്ചതെന്ന് പോലും എനിക്കപ്പം ചിന്തിച്ചാൽ കിട്ടത്തില്ല. അതായത് ഞാൻ അത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എനിക്കത് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. പണ്ടൊരു ചൊല്ലുണ്ട്, അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കുമെന്ന്. അതേ അവസ്ഥയാണ്. ഇറ്റ്സ് ഇൻ റിയാലിറ്റി. അത് റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഈ കാര്യം ഫേസ് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും അറിയത്തില്ല, സോൺ ഔട്ട് ആവും. ആൻഡ് ഇപ്പോഴും അതെനിക്ക് ഭയങ്കര കൂടുതലാണ്.
ബട്ട് റുക്സ ഉള്ളതുകൊണ്ട് അവളിങ്ങനെ സ്നാപ്പ് ചെയ്ത് പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു അവളിപ്പം ഇങ്ങനെ ഞൊട്ടുന്നതിൻ്റെ ഒരു ആശാത്തായി മാറിയെന്ന്. കാരണം ഡെയിലി മറ്റേ പട്ടീനെയും പൂച്ചേനെയൊക്കെ വിളിക്കുന്നത് അവൾ എൻ്റെ അടുത്തൊന്ന് വസി 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 എന്ന് വിളിക്കും. അപ്പം അങ്ങനെ. പിന്നെ വേറൊരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ന്യൂ ബോൺസ് പുതിയൊരു കുട്ടി വാവ വാവേനെ കാണുന്നത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവക്ക് കുട്ടിയില്ലല്ലോ പിന്നെന്താ ഇവക്ക് പ്രശ്നമെന്ന്. അതാണ് പ്രശ്നം. ഞാൻ ആലോചിച്ചൊരു ലൈഫ് ഉണ്ടായിരുന്നു വിത്ത് ദ പേഴ്സൺ ഐ ലവ്ഡ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കുമല്ലോ ഈ ആളുടെ കൂടെ നമുക്ക് വലിയൊരു വീട് വേണം, കുടുംബം വേണം, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. സോ എനിക്ക് ന്യൂ ബോണിൻ്റെ അടുത്ത് പോകുന്നത്, ലേബർ റൂമിൻ്റെ അടുത്ത് പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ആൻറ്റിയുടെ മോന് കൊച്ചുണ്ടായി. ഞാൻ എങ്ങനെയോ ആണ് അവിടെ സമയം ചെലവഴിച്ചത്. എനിക്ക് പറ്റത്തില്ല. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് മണം, സ്ഥലങ്ങൾ അങ്ങനെ അങ്ങനെ പറയുന്ന പോലെയാണ് എനിക്ക് ന്യൂ ബോൺസിൻ്റെ സീൻ. അങ്ങനെ ഒരു സീനുണ്ട്. പിന്നെ എനിക്കുള്ള സീൻ ഉറക്കം. ഉറക്കം ഉറക്കം വരുന്നത് വളരെ കുറവാണ്. ഉറക്കം ഇപ്പം പിന്നെയും റെഡിയായി വരുന്നുണ്ട്. കാരണം ഞാൻ ജിമ്മിൽ പോയി വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങും. പക്ഷെ ഇപ്പോൾ ഞാൻ ജിമ്മ് രാവിലെ ആക്കിയതുകൊണ്ട് വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും ഉറക്കം വരത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ബെഡിൽ ഇങ്ങനെ കണ്ണടച്ച് കിടന്ന് ഒരു 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 കുറേ നേരം ഞാനിങ്ങനെ എന്തൊക്കെയോ എടുത്ത് ആലോചിക്കും. എന്തൊക്കെയോ ആലോചിക്കുന്നതെന്ന് പിറ്റേന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തൊക്കെയോ ഞാൻ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വമ്പൻ കോമഡിയാണ്. എൻ്റെ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സാധനം വിട്ട് തന്ന്, അതായത് ഉറക്കത്തിനോട് ഓവർ തിങ്കിങ് വിട്ട് തരും. മനസ്സിലായോ? അപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. അതായത് വെൻ സ്ലീപ്പ് ഓവർ പവേഴ്സ് ഓവർ തിങ്കിങ്, അപ്പം ഞാൻ ഉറങ്ങിപ്പോവും. ഓവർ തിങ്കിങ് വിട്ടുപിടിക്കും. അങ്ങനെ ഞാൻ ക്ഷീണിച്ച് ഉറങ്ങിപ്പോവും. രാവിലെ എണീക്കുമ്പോൾ ഞാൻ എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും എനിക്കൊരു ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെ ചെറിയ വേറെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, ഫസീൻ യു നീഡ് ടു ഗോ ടു തെറാപ്പി എന്നായിരിക്കും. പക്ഷെ അതാണ് അടുത്ത പ്രശ്നം. തെറാപ്പി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ പറയുക, ഓട്ടമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതായത് ലാസ്റ്റ് ടൈം ഞാൻ തെറാപ്പിക്ക് പോയത് ഷിബിലയായിട്ടാണ്. ഷിബിലയായിട്ട് തെറാപ്പിക്ക് പോയപ്പോൾ ഷിബിലി അവിടെ നിന്ന് ഇറങ്ങി ഓടി. നമ്മൾ തെറാപ്പിക്ക് പോകുന്നത് എന്താ, നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫ് ശരിയാക്കണം, അല്ലെങ്കിൽ ഇവൻ്റെ ഈ സ്വഭാവം ശരിയാക്കണം എന്നുള്ളൊരു ഇതോടെ കൂടി നമ്മൾ പോയി അവിടെ എല്ലാം റെഡിയാക്കി നിൽക്കുമ്പോഴത്തേക്കും ഇവൻ ഇറങ്ങി ഓടി. അപ്പം എൻ്റെ മനസ്സിൽ ആ ഓടുന്ന സാധനം വരും. തെറാപ്പി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ലൈഫ് നന്നാക്കാൻ പോയൊരു സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയത് നാണക്കേടും അപമാനമാണ്. അതായത് ഞാനിവിടെ നടുക്കിരിക്കുന്നു, ഷിബിലി അങ്ങോട്ട് ഓടിപ്പോയി. ഇവിടെ ഡോക്ടറും നഴ്സുമാരും ഒക്കെ നിസ്സഹായമായിട്ട് നോക്കി വയ്ക്കുന്നു. മുന്നിൽ വീട്ടുകാർ. ഐ ഹാഡ് നോ വേർഡ്സ്. എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഞാനായിട്ട് ഇതാക്കി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ നിന്ന് പുള്ളി ഇറങ്ങി ഓടി. ഐ ഫെൽറ്റ് റിയലി ബാഡ്. സോ എനിക്ക് തെറാപ്പി എന്നുള്ള സാധനം കേൾക്കുമ്പം അതിൽ വലിയ പ്രശ്നമാണ്. അപ്പം ഐ വോണ്ട് സേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് 24/7 ഉണ്ട്, അല്ലെങ്കിൽ ഏത് നേരവും എനിക്ക് വിശപ്പ് കാണുന്നൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്, ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, മണിക്കൂറുകളുണ്ട്, സെക്കൻഡ്സ് ഉണ്ട്, മിനിറ്റ്സ് ഉണ്ട്, ചിലപ്പോൾ കുറേ അധികം ദിവസങ്ങളുണ്ടാവും. ആൻഡ് ഇത് എല്ലാ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളെപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ വീക്കായിരിക്കും. അപ്പം നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇവൾ ഏത് നേരവും സ്ട്രോങ് ആണല്ലോ, എങ്ങനെ ഇവളെപ്പോലെ ആവുമെന്ന്. ഒരിക്കലുമല്ല, ഞാൻ ഏത് നേരവും സ്ട്രോങ് അല്ല. എനിക്ക് ഈ ഒരു സൈഡും ഉണ്ട്. ഇപ്പോൾ കൂടെ എൻ്റെ സൗണ്ട് അടഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഞാൻ എൻ്റെ തൊണ്ട അലറിയിട്ടാണ് കരഞ്ഞത്. അപ്പം പിന്നെ വേറൊരു കാര്യം എനിക്ക് എന്താ പറയാൻ ഉള്ളതെന്ന് വിചാരിച്ചാൽ, ഞാൻ ഒരിക്കലും എൻ്റെ ഈ സൈഡ് കാണിച്ചിട്ട് ഇനിയൊരു വീഡിയോ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കേണ്ട. കാരണം എപ്പോഴും എൻ്റെ വിഷമം എനിക്ക് കാണിക്കുന്നത് ഇപ്പോൾ ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ള വിചാരമുള്ളവരുണ്ടെങ്കിൽ, ഓ ഇവൾ തുടങ്ങി കരച്ചില്ലെന്ന് വിചാരം ഉണ്ടെങ്കിൽ നടക്കത്തില്ല, ഞാനത് ചെയ്യത്തില്ല, ആ പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. ഐ വോണ്ട് ഗിവ് അപ്പ് ഓൺ മൈസെൽഫ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഐ വിൽ ബി ഏബിൾ ടു ട്രസ്റ്റ് പീപ്പിൾ അഗെയിൻ. ഐ വിൽ ഒരു കൊച്ചിനെ എനിക്ക് കയ്യിലിങ്ങനെ പിടിച്ച് അതിനെ നോക്കി ചിരിക്കാൻ പറ്റണം, കപ്പിൾസിൻ്റെ ഇടയിൽ പോയി ഇരിക്കാൻ പറ്റണം എന്നൊക്കെ ഉള്ള
കാര്യങ്ങൾ എനിക്ക് മാറി വരുമായിരിക്കും. ഹോപ്പ്ഫുള്ളി ഇവഞ്ച്വലി 2026 കുറേ കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റട്ടെ എന്ന് എനിക്ക് തന്നെ ആശംസിക്കുന്നു. ആൻഡ് ഈ വീഡിയോ കാണുന്ന എവരിബഡി ഹൂ ഈസ് ഗോയിങ് ത്രൂ പെയിൻ, എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ് ഫോർ എനിബഡി. പ്ലീസ് 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 ഹോൾഡ് ഓൺ. സംടൈംസ് ഇറ്റ് ഈസ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ എന്തായാലും മോട്ടിവേഷൻ ആയിട്ട് വരാം കേട്ടോ. ടാറ്റ.